ഹലോ! ഇന്ന് നമ്മൾ ചെറിയൊരു വൺ ഡേ ട്രിപ്പുമായിട്ട് ഇറങ്ങിയതാട്ടോ. സ്കൂളിൽ ലീവാണ്. മാത്രമല്ല നമ്മൾ ആങ്ങള ലീവ് കഴിഞ്ഞ് തിരിച്ച് ഖത്തറിലേക്ക് പോകാനുമായി. അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ കസിൻ ബ്രദറാണേ. അതിരാവിലെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടെങ്കിലും കുട്ടികളും മക്കളും അങ്ങനെ എല്ലാവരുടെ ഒരുക്കം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സമയം 11 മണിയായിട്ടോ. കാട് കഴിഞ്ഞ് നമ്മൾ കർണാടകയിലെത്തി. അവിടെ കുറേ സൺഫ്ലവറും മല്ലിക മല്ലികേൻ്റെ 3-4 ടൈപ്പ് കണ്ടു നമ്മൾ. ചെണ്ടുമല്ലി ഓണത്തിനേക്കുള്ള ഫുൾ കൃഷി അവിടെ നിന്നാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ കണ്ടു. പോകുന്ന വഴിക്ക് ഒരു പമ്പിൽ ഫ്രഷ് ആകാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നല്ല കൊങ്ങിണിപ്പൂക്കൾ വെള്ളം ഒഴിച്ച് വളർത്തിണ്ടാക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടക, തമിഴ്നാട് ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഭയങ്കര ഒരു വെല്ലുവിളിയാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം സോൾവ് ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് തയ്യാറാക്കിയിട്ടായിരുന്നു കേട്ടോ പോയിട്ട്. പിന്നെ കുറേ അങ്ങ് നീങ്ങിയപ്പോൾ നമ്മൾ സൺഫ്ലവറിൻ്റെ സീഡ് വിത്തിനിട്ടിരിക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച. പിന്നെ നമ്മൾ ഒരു വലിയൊരു മരച്ചുവട്ടിൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ അത്. നിങ്ങളൊക്കെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമുണ്ട്. നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ രണ്ടാൾക്ക് ഒരു പൊതി അങ്ങനെയൊക്കെ കപ്പിൾസിനൊന്ന് കുട്ടികൾക്കൊന്ന് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ യാത്ര ആയതുകൊണ്ട് തന്നെ ഇറച്ചി മീൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്തൊക്കെയാണ് പൊതിച്ചോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പയറുപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറ്, ചമ്മന്തി, മുട്ട പൊരിച്ചത്, പപ്പടം പൊരിച്ചത്, കൊണ്ടാട്ടം മുളക്, പിന്നെ മോരുകറി. അത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ബോട്ടിലാക്കി എടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇത് അവർ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാഴ്ച. നല്ല രസമുണ്ട്. എന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് നോക്കുക. നമ്മൾ ഫുഡ് കഴിക്കുന്നത് നോക്കി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. കുറച്ച് ഫുഡ് നമ്മൾ അവർക്കും കൊടുത്ത് ഫുഡ് കൊണ്ടിരുന്ന് കണ്ടപ്പോഴേ ചാടി അങ്ങ് വരിക. എന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നിൽക്ക് ഇപ്പം തരാൻ പറഞ്ഞ് അങ്ങനെ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ ഗോപാൽ സ്വാമി പെട്ട് അവിടേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. കറക്റ്റ് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ നോക്കിയാൽ കാണാം കടുവ, കാട്ടിപ്പോത്ത്, മാന്, ആന ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ശരിക്കും ഒരു ഹൈ റേഞ്ചിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണേ. അങ്ങനെ ഒരുപാട് നീണ്ട ക്യൂവിന് ശേഷം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അടുത്തത് വീണ്ടും ഒരു ക്യൂ കാണുന്നത് നമ്മൾ അവരുടെ ബസ്സിലേക്കാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കർണാടകയുടെ KSRTCയിലാണ് അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. ശരിക്കും ഒരു ആകാശക്കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ. കാരണം നമ്മൾ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവിടെ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. എന്താ പറയുക, ഈത്തപ്പഴം പഴുക്കുമ്പോൾ കാക്കക്ക് വായ്പുണ്ട് പറയുന്ന മാതിരി നമ്മൾ ആറ്റം നോറ്റ് അവിടെ എത്തിയപ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അതും പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. മഞ്ഞ് വീഴാന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുള്ളൂ. മഞ്ഞ് ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ നനയൊരു മഴേൻ്റെ ഒരു ഫീലായിരുന്നു കേട്ടോ. തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാതെ അങ്ങനെ മഞ്ഞുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായി. കാരണം മഴ നനയുന്ന മാതിരിയായിരുന്നു അവർ നിന്ന് നനഞ്ഞിരുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഒരു ഹൈ റേഞ്ച് മേഖല ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. നല്ലൊരു സുഖമുണ്ട്. ഫുൾ എല്ലാവരും നനഞ്ഞ് ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കുട്ടികളൊക്കെ സനൂസ് അക്കുടൊക്കെ ഇങ്ങനെ തകർത്തേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ടൈമിനാണ് ഇങ്ങോട്ട് പറ്റി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന, കാട്ടിപ്പോത്ത്, കരടി അങ്ങനത്തെ ആനയൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മളെത്തിയ ടൈം ഈ കോട മൂടിയ ടൈം ആയതുകൊണ്ടോ എന്താണ് ഒരൊറ്റ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതൊരു ടെമ്പിളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറേണ്ടവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. നമ്മൾ പിന്നെ അതിൻ്റെ ചുറ്റിനൊന്നും ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടു. പിന്നെ തൊട്ട് ബേക്കിൽ തന്നെ ഇഷ്ടം പോലെ ആനയാണ് ഏത് സമയം ഇവിടെ ഉണ്ടാവുക എന്ന് പറയാം. പക്ഷെ നമ്മളെത്തിയ ടൈം പോരാ, നമ്മൾ കണ്ടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും അവിടെ ക്യൂ നിന്നു. തിരിച്ചു പോരണമെങ്കിൽ ഇതുപോലെ ക്യൂ നിൽക്കണം കേട്ടോ. കാരണം അവരെ KSRTC ബസ്സിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീണ്ടും ബസ്സൊക്കെ കിട്ടി അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് ചെറിയൊരു പണിയും കിട്ടി. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി. പിന്നെ കുറേ ചെമ്മരിയാടും കൂട്ടത്തിന് കണ്ട് നമ്മൾ.